ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി തുടർന്ന് പറയുന്നു 17, 18 ശ്ലോകങ്ങളിലായിട്ട് രുദ്രൈഹി വസുഭിഹി ആദിത്യൈഹി അശ്വിഭ്യാം പിതൃവഹ്നിഭിഹി മരുദ്ഭിഹി ഋഭുഭിഹി സാധ്യൈഹി വിശ്വേദേവൈഹി മരുത്പതിം. 18ാമത്തെ ശ്ലോകം ദൃഷ്ട്വാ വജ്രധരം ശക്രം രോചമാനം സ്വയാശ്രയ ന അമൃഷ്യന്നസുരാഹ രാജൻ മൃധേ വൃത്രപുരസ്സരാഹ. രുദ്രൈഹി വസുഭിഹി ആദിത്യൈഹി അശ്വിഭിഹി. ഇതെല്ലാം പലതരത്തിലുള്ള ദേവഗണങ്ങളാണ്. രുദ്രന്മാർ, വസുക്കൾ, ആദിത്യന്മാർ, അശ്വികൾ, പിതൃവന്യഭിഹി പിതൃക്കൾ, അഗ്നികൾ, മരുദ്ഭിഹി ഋഭുഭിഹി മരുത്തുക്കൾ, ഋഭുക്കൾ, സാധ്യൈഹി വിശ്വേദേവൈഹി സാധ്യന്മാർ, വിശ്വേദേവന്മാർ, ഇവരോടും കൂടി സ്വാഭാവികമായും കാന്തിയുള്ളവരാണ് ദേവന്മാർ. അങ്ങനെയുള്ള സ്വയാശ്രിയ സ്വാഭാവികമായ കാന്തിയാൽ രോചമാനം സമുജ്വലിക്കുന്ന മരുത്പതിം ദേവരാജാവായ ശക്രം ഇന്ദ്രനെ വജ്രധരം വജ്രായുധം കയ്യിലെടുത്ത് നിൽക്കുന്നത് ദൃഷ്ട്വ കണ്ടിട്ട്, ഹേ രാജൻ അല്ലയോ പരീക്ഷിത്തെ, വൃത്രപുരസ്സരാഹ വൃത്രപ്രമുഖരായിട്ടുള്ള അസുരാഹ അസുരന്മാർ മൃധേ യുദ്ധത്തിൽ ന അമൃഷ്യൻ പൊറുത്തില്ല. അപ്പോൾ വജ്രായുധം എന്ന പുതിയൊരു ആയുധവും കയ്യിലേന്തിക്കൊണ്ട് ദേവേന്ദ്രനും കൂടെ ഈ ദേവഗണങ്ങളും നിൽക്കുന്നത് കണ്ടിട്ട് വൃത്രാസുരനും പൊറുത്തില്ല. ഇനിയുള്ള 2 ശ്ലോകങ്ങളെ കൊണ്ട് അവിടെ അണിനിരന്ന ഏതാനും പ്രമുഖരായ അസുരന്മാരെ കുറിച്ച് പറയുന്നു. ഓരോരുത്തരുടെ പേര് തന്നെ പറയാം, വേറെ പ്രത്യേകിച്ചൊന്നും അതിൽ പറയാനില്ല. നമുചി, ശംബരൻ, അനർവാവ്, ദ്വിമൂർധ ദ്വിശിരസ്, ഋഷഭൻ, അംബരൻ, ഹയഗ്രീവൻ, ശംഖുശിരസ്, വിപ്രജിത്തിഹി, അയോമുഖൻ, പുലോമാവ്, ഋഷപർവാവ്, പ്രഹേതി, ഹേതി, ഉത്കലൻ, പിന്നെ ദൈതേയാഹ എന്ന് വെച്ചാൽ ദിതിയുടെ മക്കൾ, ദാനവാഹ ധനുവിന്റെ മക്കൾ, യക്ഷന്മാർ, യക്ഷാഹ രക്ഷാംസി രക്ഷസ്സുകൾ മാത്രമല്ല, ഇവരെല്ലാം ആയിരക്കണക്കിന്, അതാണ് സഹസ്രശഃ, ആയിരക്കണക്കിന് ഈ ദിതിസന്തതികളും ധനുസന്തതികളും അവിടെ അണിനിരന്നു. ഇതിലും പ്രമുഖരായ അസുരന്മാരെ കുറിച്ചും അവർ ഉപയോഗിച്ച ആയുധങ്ങളെ കുറിച്ചും പറയുന്നു. 3 ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുന്നു. സുമാലി മാലി പ്രമുഖ കാർത്തസ്വര പരിച്ഛദാഹ പ്രതിഷിധ്യേത് ഇന്ദ്രസേനാഗ്രം മൃത്യോഹോ അപി ദുരാസതം. 22 അഭ്യർദയൻ അസംഭ്രാന്താഹ സിംഹനാദേന ദുർമദാഹ ഗദാഭിഹി പരിഘൈഹി ബാണൈഹി പ്രാസമുദ്ഗര തോമരൈഹി. 23 ശൂലൈഹി പരശ്വധൈഹി ഖഡ്ഗൈഹി ശതഘ്നീഭിഹി ഭുഷുണ്ഡിഭിഹി സർവതഃ അവാകിരൻ ശസ്ത്രൈഹി അസ്ത്രൈഹി ച വിബുധർഷഭാൻ. സുമാലി, മാലി തുടങ്ങിയ രാക്ഷസന്മാർ പ്രമുഖാഹ, ഇവർ ഇങ്ങനെയുള്ള രാക്ഷസന്മാർ കാർത്തസ്വര പരിച്ഛദാഹ, കാർത്തം എന്ന സ്വർണം, സ്വർണ പടക്കോപ്പുകൾ അണിഞ്ഞുകൊണ്ടും, ദുർമദാഹ ദുരഹങ്കാരത്തോടെ, അസംഭ്രാന്താഹ ഒട്ടും സംഭ്രമമില്ലാതെ, മൃത്യോഹോ അഭി ദുരാസതം മൃത്യുവിനു പോലും ദുഷ്പ്രാപമായ ഇന്ദ്രസേനാഗ്രം ഇന്ദ്രന്റെ ആ മുന്നണിപ്പടയെ സിംഹനാദേന അഭ്യർദയൻ അവരുടെ ആ ഉച്ചത്തിലുള്ള സിംഹനാദം പോലെയുള്ള അലർച്ച കൊണ്ട് തന്നെ ഈ ദേവന്മാരെ അസുരന്മാർ പേടിപ്പിച്ചു. തുടർന്ന് ഗദാഭിഹി ഗദകൾ കൊണ്ടും, പരിഘൈഹി ഇരുമ്പുലക്കകൾ കൊണ്ടും, ബാണൈഹി ബാണങ്ങൾ കൊണ്ടും, പ്രാസം കുന്തം,
മുദ്ഗരം ഈട്ടി, തോമരം ലോഹദണ്ഡ് ഇവ കൊണ്ടും, ശൂലൈഹി ശൂലങ്ങൾ കൊണ്ടും, പരശ്വതൈഹി കോടാലികൾ കൊണ്ടും, ഖഡ്ഗൈഹി വാളുകൾ കൊണ്ടും, ശതഘ്നീഭിഹി ശതഘ്നി, ഭുഷുണ്ടി എന്നിങ്ങനെയുള്ള ഓരോതരം മുൾത്തടികൾ, അങ്ങനെ ഒരു ആയുധമാണത്. പിന്നെ ശസ്ത്രങ്ങൾ കൊണ്ടും, ഗദ പോലെ കയ്യിൽ വെച്ച് ഉപയോഗിക്കുന്ന ശസ്ത്രങ്ങൾ കൊണ്ടും, അസ്ത്രൈഹിച്ച അസ്ത്രങ്ങൾ കൊണ്ടും, വിബുധർഷഭാൻ ദേവപ്രമുഖന്മാരെ സർവതഃ അവാകിരൻ ചുറ്റും നിന്ന് അവർക്ക് നേരെ പ്രയോഗിച്ചു. 24-ാമത്തെ ശ്ലോകം. നതേ അദൃശ്യന്ത സംഛന്നാഹ ശരജാലൈഹി സമന്തതഃ പുംഖാനുപുംഖപതിതൈഹി ജ്യോതിംഷി ഇവ നഭോഘനൈഹി. സമന്തതഃ 4 ഭാഗത്ത് നിന്ന് ഒന്നിനു പുറകെ ഒന്നായിട്ടെന്ന പോലെ, പുംഖാനുപുംഖപതിതൈഹി ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി തൊടുത്തു വീഴുന്ന, ശരജാലൈഹി ശരനിരകളാൽ സംഛന്നാഹ പിന്നെ ഈ ദേവന്മാരെ കാണാൻ പറ്റാതെയായി. അങ്ങനെ മറയ്ക്കപ്പെട്ടതേ ആ ദേവന്മാർ ഏതുപോലെ ആയിരുന്നു? നഭോഘനൈഹി ആകാശത്തിൽ മേഘങ്ങൾ വന്നു നിറന്നാൽ പിന്നെ ജ്യോതിംഷി ജ്യോതിർഗോളങ്ങളെ കാണാതാകും ഇവ എന്ന പോലെ ഈ ദേവന്മാരെയും അസുരന്മാരുടെ ശരജാലങ്ങൾ പൊതിഞ്ഞിട്ട് അദൃശ്യന്ത അവരെ കാണാതെയായി. 25-ാമത്തെ ശ്ലോകം. നതേ ശസ്ത്രാസ്ത്രവർഷൗഘ ഹി ആസേതുഹു സുരസൈനികാൻ ഛിന്നാഹ സിദ്ധപഥേ ദേവൈഹി ലഘുഹസ്തൈഹി സഹസ്രധ. ലഘുഹസ്തൈഹി കൈച്ചുരുക്കുള്ള ദേവൈഹി ദേവന്മാരാൽ, സിദ്ധപഥേ ആകാശത്തിൽ വെച്ച്, സഹസ്രധ ആയിരക്കണക്കിൽ, ഛിന്നാഹ എയ്തു മുറിക്കപ്പെട്ട, തേ ശസ്ത്ര അസ്ത്ര വർഷൗഘാഹ ആ ശസ്ത്രാസ്ത്രങ്ങളുടെ വർഷധാരകൾ, സുരസൈനികാൻ ഈ ദേവഭടന്മാരെ, നഹി ആസേതുഹു ഒട്ടും തന്നെ ബാധിച്ചില്ല. എന്നാൽ അവരെ കുറച്ചു നേരത്തേക്കൊന്ന് കാണാതെ ആയെങ്കിലും അവരെ ഇതൊന്നും എയ്തു മുറിക്കാൻ പര്യാപ്തമായിരുന്നില്ല. 26-ാമത്തെ ശ്ലോകം. അധ ക്ഷീണ അസ്ത്ര ശസ്ത്രൗഘാഹ ഗിരിശൃംഗദ്രുമോപലൈഹി അഭ്യവർഷൻ സുരബലം ചിച്ചിദുഹു താൻ ച പൂർവവത്. അധ അതിനുശേഷം ആദ്യം അയച്ച ഈ അസ്ത്രശസ്ത്രങ്ങളെയൊക്കെ, ക്ഷീണ അസ്ത്രശസ്ത്രൗഘാഹ അസുരന്മാർ അയച്ച അസ്ത്രങ്ങളുടെയും ശസ്ത്രങ്ങളുടെയും കൂട്ടം ക്ഷീണമായി ക്ഷയിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ അസുരന്മാർ ഗിരിശൃംഗദ്രുമോപലൈഹി മലകളുടെ ശിഖരങ്ങൾ, മരങ്ങൾ, പാറക്കല്ലുകൾ എന്നിവ കൊണ്ട് സുരബലം ഈ ദേവസൈന്യത്തെ അഭ്യവർഷൻ അവരുടെ നേർക്ക് പ്രയോഗിച്ചു. എന്നാൽ ദേവന്മാർ താൻച അവയെയും പൂർവവത് മുന്നേ ചെയ്തതുപോലെ ചിച്ചിദുഹു എയ്ത് മുറിച്ചിട്ടു. 27-ാമത്തെ ശ്ലോകം. താൻ അക്ഷതാൻ സ്വസ്തിമതോ നിശാമ്യ ശസ്ത്ര അസ്ത്രപൂഗൈഹി അധ വൃത്രനാഥാഹ ദ്രുമൈഹി ദൃഷദ്ഭിഹി വിവിധ അദ്രിശൃംഗൈഹി അവിക്ഷിതാൻ തത്ര സുരേന്ദ്ര സൈനികാൻ. ശസ്ത്ര അസ്ത്രപൂഗൈഹി ശസ്ത്രാസ്ത്രങ്ങളുടെ സമൂഹങ്ങളാൽ ഇത്രയൊക്കെ പ്രയോഗിച്ചിട്ടും അക്ഷതാൻ ഒരു തരി പോലും മുറിവേറ്റിട്ടില്ലാത്ത താൻ ആ സുരേന്ദ്ര സൈനികാൻ ദേവരാജന്റെ ഭടന്മാരെ, ദ്രുമൈഹി ദൃഷദ്ഭിഹി വൃക്ഷങ്ങളാലും കല്ലുകളാലും, വിവിധ അദ്രിശൃംഗൈഹി അധ പല രീതിയിലുള്ള ഗിരിശിഖരങ്ങളാലും കൂടി അവിക്ഷതാൻ തീരെ മുറിവും ചതവും ഏൽക്കാതെ, എന്തൊക്കെ പ്രയോഗിച്ചിട്ടും ഒരു പോറല് പോലും ഏൽക്കാതെ, സ്വസ്തിമതഃ സുഖമായിട്ട് ഈ ദേവന്മാർ ഇങ്ങനെ നിൽക്കുന്നത് നിശാമ്യ കണ്ടിട്ട്, വൃത്രനാഥാഹ വൃത്രാസുരന്റെ നേതൃത്വത്തിലുള്ള അസുരഭടന്മാർ തത്ര സുഹോ ഭയന്നുപോയി. ഇനി എന്താണ് ഇവരുടെ നേർക്ക് പ്രയോഗിക്കേണ്ടത് എന്ന് അമ്പരന്നുപോയി. 28-ാമത്തെ ശ്ലോകം. സർവേ പ്രയാസാഹ അഭവൻ വിമോഘാഹ കൃതാഹ ദേവഗണേഷു ദൈത്യൈഹി കൃഷ്ണ അനുകൂലേഷു യഥാ മഹത്സു
ക്ഷുദ്രൈഹി പ്രയുക്ത രുഷതി രൂക്ഷവാചഃ. എന്തുകൊണ്ടാണ് ദേവന്മാരെ തോൽപ്പിക്കാൻ സാധിക്കാത്തത്? നാരായണ കവചം ജപിച്ച് സിദ്ധി വരുത്തിയതിനാൽ കൃഷ്ണ അനുകൂലേഷു, ഭഗവാൻ അനുകൂലമായിരിക്കുന്ന ഒരു സ്ഥിതിയാണ് അവർക്ക്. അങ്ങനെയുള്ള ദേവഗണേഷു, ആ ദേവഗണങ്ങളിൽ ദൈത്യൈഹി, അസുരന്മാരാൽ കൃതാഹ അടിക്കടി നടത്തപ്പെട്ട സർവേ പ്രയാസാഹ, എല്ലാ പ്രയത്നങ്ങളും, ഈ ദേവന്മാരെ നശിപ്പിക്കാൻ ചെയ്തു കൂട്ടിയ എല്ലാ കാര്യങ്ങളും അത് നിഷ്ഫലങ്ങളായി ഭവിച്ചു. ഏതുപോലെ എന്ന് പറയുന്നു. ചില ആളുകൾ മഹാത്മാക്കളായ ആളുകളെ അവരുടെ മനസ്സൊന്ന് വേദനിപ്പിക്കാം എന്ന് കരുതി പരുഷവാക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അത്രയും മനോബലം ഉള്ള ആ മഹാത്മാക്കൾക്ക് ഈ പരുഷവാക്കുകളൊന്നും ഒരു ചെറിയ ശതമാനം പോലും പോറലേൽപ്പിക്കാറില്ല. അവരുടെ മനസ്സിനെ ഇത് ബാധിക്കാറേയില്ല. ആ ഒരു ഉദാഹരണമാണ് പറയുന്നത്. മഹത്സു, മഹാജനങ്ങളിൽ ഈ ക്ഷുദ്രൈഹി, അല്പജ്ഞന്മാരായിട്ടുള്ള ചില ആളുകൾ, പ്രയുക്താഹ, പ്രയോഗിക്കുന്ന, രുഷതീഹി, നിറികെട്ട, രൂക്ഷവാചഃ, പരുഷഭാഷണങ്ങൾ ഏതുപോലെ നിഷ്ഫലങ്ങളാകുമോ അതുപോലെ ആയിരുന്നു യഥാവിമോഖാഹ എന്ന പോലെ ഈ അസുരന്മാർ പ്രയോഗിച്ച എല്ലാ അസ്ത്രശസ്ത്രങ്ങളും പർവ്വത ശിഖരങ്ങളും എല്ലാം നിഷ്ഫലങ്ങളായി ഭവിച്ചു. അപ്പോൾ മനസ്സിന് ബലമില്ലാത്തവരെ മാത്രമേ മറ്റുള്ളവർക്ക് വേദനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവരെ എന്ത് തെറി വിളിച്ചാലും അവരെ അത് ബാധിക്കുകയേ ഇല്ല. ഈ പറയുന്നവർ വെറുതെ നാണം കെടും എന്ന് മാത്രം. 29ാമത്തെ ശ്ലോകം. തേ സ്വപ്രയാസം വിതഥം നിരീക്ഷ്യ ഹരൗ അഭക്താഹ ഹതയുദ്ധദർപ്പാഹ പലായനായ ആജിമുഖേ വിസൃജ്യ പതിം മനഃ തേ ദധുഹു ആത്തസാരാഹ. ഈ വന്നിരിക്കുന്ന അസുരന്മാരൊക്കെ അതിപ്രസിദ്ധരാണ്, അത്രയും കഴിവുള്ളവരുമാണ്. പക്ഷേ അവർക്ക് ഹരവും അഭക്തിഹി, ഭഗവാനിൽ ഭക്തിയില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു കുറവാണ് അവരിൽ പ്രതിഫലിച്ചത്. അല്ലാതെ അവർക്ക് ശക്തി ഇല്ലാഞ്ഞിട്ടോ അവരുടെ കയ്യിൽ അസ്ത്രശസ്ത്രങ്ങളുടെ കുറവുണ്ടായിട്ടോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് തോന്നി ഇവിടെ സ്വപ്രയത്നം കൊണ്ട് മാത്രം കാര്യമില്ല. പലർക്കും അങ്ങനെ ഒരു തോന്നലുണ്ട്. ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് പോകുമ്പോൾ പലരും വിചാരിക്കും, ഞാൻ ആ സമയത്ത് അങ്ങനെ ചിന്തിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ആ സമയത്ത് കൃത്യമായി ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ട് സാധിച്ചു എന്നാണ്. എന്നാൽ ഇതേ ആളുകൾക്കൊരു കഷ്ടകാലം വരട്ടെ, ഇതേ പ്രയത്നം ചെയ്താലും ഒരു ഫലവും സിദ്ധിക്കുകയില്ല. അപ്പോഴാണ് അവർ തിരിച്ചറിയുക, എൻ്റെ നല്ല കാലത്തും അവിടെ എനിക്ക് അനുകൂലമായി വന്നത് എൻ്റെ ബുദ്ധിശക്തി ഒന്നുമല്ല, ഏതോ ജന്മത്തിൽ ഞാൻ ചെയ്ത പുണ്യപ്രവൃത്തിയുടെ ഫലമായിട്ട് ഭഗവാന്റെ ഒരു അനുഗ്രഹം എന്നിലുണ്ടായിരുന്നു. അതാണ് അവിടെ ഫലിച്ചത്. ഈ കഷ്ടകാലത്ത് ഇല്ലാതാകുന്നത് ഈ അനുഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കഷ്ടകാലത്ത് കൂടുതലായി ഈശ്വര ഭജനം ചെയ്യാൻ പറയുന്നത്. കാരണം നമ്മുടെ കഷ്ടകാലം എന്ന് പറയുന്നത് എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ദുഷ്കർമ്മ ഫലമാണ്. അങ്ങനെ വരുമ്പോൾ ഈശ്വരാനുഗ്രഹവും നമുക്ക് പ്രതികൂലമായി തീരും. അതിനെ അനുകൂലമാക്കി തീർക്കാനാണ് സാധാരണ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഈശ്വര ഭജനം ഈ കെട്ടകാലത്ത് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അസുരന്മാർക്ക് മനസ്സിലായി, ദേവന്മാർ ഈ ജയിച്ചു നിൽക്കുന്നത് അവരുടെ കഴിവ് കൊണ്ടൊന്നുമല്ല, അവർക്ക് ഭഗവാനിലുള്ള ആ ഭക്തി വിശ്വാസങ്ങളോടെയുള്ള ഒരു അനുഗ്രഹം കൊണ്ടാണ്. എന്നാൽ അസുരന്മാർക്ക് അതില്ല. അതുകൊണ്ട് ഇവിടെ തേ സ്വപ്രയാസം, അവരുടെ സ്വപ്രയത്നം കൊണ്ട് മാത്രം ഇവിടെ കാര്യമില്ല, അത് വിദധം ഫലശൂന്യമാണെന്ന് നിരീക്ഷ്യ കണ്ടിട്ട് ഹതയുദ്ധ ദർപ്പാഹ, ആ യുദ്ധത്തിൽ ആ പോർ തിമിരൊക്കെ നഷ്ടപ്പെട്ടു. ആദ്യമൊക്കെ തലച്ചു വന്നു, പക്ഷെ അവർക്ക് മനസ്സിലായി രക്ഷയില്ല. അങ്ങനെ ആത്തസാരാഹ, ശത്രുക്കളാൽ പിടിച്ചടക്കപ്പെട്ട
ഉൾക്കരുത്തോടു കൂടിയവർ. അവരെ പിടിച്ചടക്കിയില്ല, പക്ഷെ അവരുടെ ആ ഉൾക്കരുത്തൊക്കെ അങ്ങ് ചോർന്നുപോയി. അങ്ങനെയുള്ളപ്പോൾ ഈ അസുരന്മാർ, വൃത്രാസുരൻ ഒഴിച്ചുള്ള എല്ലാവർക്കും തോന്നി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ ആ അസുരവീരന്മാരൊക്കെ ആജിമുഖെ ആ യുദ്ധ സംരംഭത്തിൽ തങ്ങളുടെ പതിം നേതാവായ വൃത്രാസുരനെ വിസൃജ്യ കൈവിട്ട് പലായനായ ഓടി ഒളിക്കുവാൻ മനഃദധേ ഉള്ളിൽ ഉറപ്പിച്ചു. അസുരന്മാർക്ക് മനസ്സിലായി ഇനി രക്ഷയില്ല, അതുകൊണ്ട് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് ഓടിക്കളയാൻ മനസ്സുകൊണ്ട് അവർ തീരുമാനിച്ചു. എന്നാൽ നേതാവായ വൃത്രാസുരൻ ഒട്ടും പേടിച്ചില്ല. അതിന് കാരണം നമ്മൾ വൃത്രാസുരന്റെ പൂർവകഥ പഠിക്കുമ്പോൾ മനസ്സിലാകും. ആ സമയത്ത് അദ്ദേഹം ഭഗവാന്റെ പരമഭക്തനായിരുന്നു. ആ ഒരു പൂർവജന്മത്തിലെ വാസന കൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ ധൈര്യവാനായിട്ട് ഇരിക്കുന്നത്. 30ാമത്തെ ശ്ലോകം. വൃത്രഃ അസുരാൻ താൻ അനുഗാൻ മനസ്വി പ്രധാവതഃ പ്രേക്ഷ്യ ബഭാഷയേതത് പലായിതം പ്രേക്ഷ്യ ബലം ച ഭഗ്നം ഭയേന തീവ്രേണ വിഹസ്യ വീരഃ. മനസ്വി വീരഃ വൃത്രഃ. മനക്കരുത്തുള്ള പരാക്രമിയായ വൃത്രാസുരൻ തന്റെ അനുഗാൻ അനുയായികളായ താൻ അസുരാൻ ആ അസുരന്മാരെ പ്രധാവതഃ അവർ പേടിച്ചോടിപ്പോകുന്നു എന്ന് പ്രേക്ഷ്യ കണ്ടിട്ട് തീവ്രേണ ഭയേന, മാത്രമല്ല ഈ പ്രമുഖ അസുരന്മാർ ഓടിപ്പോകുമ്പോൾ സ്വാഭാവികമായും സൈന്യവും പോകും. അങ്ങനെ തീവ്രേണ ഭയേന കഠിനമായ ഭയത്താൽ പലായിതം പാഞ്ഞു പോകുന്ന ഭഗ്നം തകർന്നതുമായ ബലം ച പ്രേക്ഷ്യ സൈന്യത്തെയും കണ്ട് വിഹസ്യ നന്നായിട്ടൊന്ന് പൊട്ടിച്ചിരിച്ച് ഏതത് ബഭാഷെ ഇപ്രകാരം പറഞ്ഞു. വൃത്രാസുരന് യാതൊരു ഭയവും തോന്നിയില്ല. മാത്രമല്ല ഈ പേടിച്ചോടുന്നവരെ കണ്ടിട്ട് ചിരിയാണ് വന്നത്. ഇങ്ങനെ ഓടിപ്പോകുന്ന അസുരന്മാരെ പേര് വിളിച്ച് വൃത്രാസുരൻ ഇപ്രകാരം പറഞ്ഞു. അതാണ് 31ാമത്തെ ശ്ലോകം. കാലോപപന്നാം രുചിരാം മനസ്വിനാം ഉവാച വാചം പുരുഷപ്രവീരഃ ഹേ വിപ്രജിത്തേ നമുചേ പുലോമൻ മയാ അനർവൻ ശംബരാ മേ ശൃണുധ്വം. പുരുഷപ്രവീരഃ പുരുഷന്മാരിൽ അതിശൂരനായ വൃത്രാസുരൻ കാലോപപന്നാം സന്ദർഭത്തിന് ചേർന്നതും മനസ്വിനാം മനക്കരുത്തുള്ളവർക്ക് രുചിരാം ഇഷ്ടപ്പെടുന്നതുമായ വാചം ഉവാച ഒരു വാക്കിനെ ഇപ്രകാരം ഉച്ചരിച്ചു. അപ്പോൾ അവരെ വിളിച്ചു പറയുകയാണ്, ഹേ വിപ്രജിത്തേ, അല്ലയോ വിപ്രജിത്തി, നമുജേ പുലോമൻ മയാ അനർവ ശംബര മേ ശൃണുധ്വം, എന്റെ വാക്കൊന്നു കേൾക്കൂ, ഇങ്ങനെ ഓടിപ്പോകാതെ എന്നിങ്ങനെ വിളിച്ചു പറയുകയാണ്. ഇനി വൃത്രാസുരൻ പറയാൻ പോകുന്ന ഈ വാക്കുകൾ കേട്ടാൽ നമ്മൾ അതിശയിക്കും. പറയുന്നത് ഭഗവത്ഗീത തത്വമാണ്. 32ാമത്തെ ശ്ലോകം. ജാതസ്യ മൃത്യുഃ ധ്രുവ ഏവ സർവതഃ പ്രതിക്രിയാ യസ്യ ന ച ഇഹ ക്ലപ്താ ലോകഃ യശഃ ച അധ തതോ യതി ഹ്യമും കോ നാമ മൃത്യും ന വൃണീത യുക്തം. അല്ലയോ പേടിത്തൊണ്ടന്മാരെ, ജാതസ്യ ജനിച്ചവന് മൃത്യുഃ ധ്രുവഃ ഏവ മരണം നിശ്ചയമാണ്. ഇഹ ഈ ലോകത്തിൽ യസ്യ ഈ ഒരു ക്രിയയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു സംവിധാനത്തിന് സർവതഃ ഒരിടത്തും പ്രതിക്രിയ ഒരു പ്രതിവിധി നക്ലിപ്താച്ച ഏർപ്പെടുത്തിയിട്ടും ഇല്ല. നിങ്ങൾ ഇത് എന്തിനെ പേടിച്ചാണ് ഈ ഓടുന്നത്? മരണത്തെ പേടിച്ചാണെങ്കിൽ ഇവിടെ നിന്നല്ലെങ്കിൽ മറ്റൊരിടത്ത് നിന്ന് നിങ്ങളെ മരണം പിടികൂടുക തന്നെ ചെയ്യും. യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിച്ച അർജുനനോടായിട്ട് ഭഗവാൻ പറഞ്ഞു, അർജുന, നീ നിന്റെ സ്വധർമ്മം വിചാരിച്ചെങ്കിലും നീ യുദ്ധത്തിൽ നിന്ന് പിന്മാറരുത്. ഈ യുദ്ധത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ അവന് വീരസ്വർഗം പ്രാപിക്കാമെന്നാണ്. ഇത് തന്നെയാണ് ഇവിടെ വൃത്രാസുരൻ പറയുന്നത്. നിങ്ങൾ ഇവിടെ നിന്ന് ഓടി ഒളിച്ചിട്ട് കാര്യമില്ല. കാരണം ഒരു യുദ്ധത്തിൽ മരിച്ചാൽ തതഹ ലോകഃ പുണ്യലോകവും യശഃ ച കീർത്തിയും യതി സ്യാത് ഉണ്ടാകുവാൻ ഇടയാകുന്ന പക്ഷം
അമും മൃത്യും, ഈ ഒരു യുദ്ധത്തിൽ ഒരു മരണം സംഭവിച്ചാൽ അതിനെ യുക്തം, അത് യുക്തമായിട്ട് അതെനിക്ക് ചേർന്നതാണ്, ഒരു വീരനായ എനിക്ക് ചേർന്നതാണ് എന്ന് കരുതി ഓ നാമന വൃണീത, ആരാണ് സ്വീകരിക്കാതിരിക്കുക? നിങ്ങൾ എന്താണ് ഇത് മനസ്സിലാക്കാത്തത്? ഈ യുദ്ധത്തിൽ മരിക്കുമെന്ന് പേടിച്ചല്ലേ നിങ്ങൾ ഈ ഓടുന്നത്? മരണത്തെ ആർക്കെങ്കിലും തടുക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് ധീരരായിട്ട് വന്ന് യുദ്ധം ചെയ്ത് മരണത്തെ വരിക്കൂ, അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് പുണ്യലോകത്തെ കിട്ടട്ടെ എന്നാണ് വൃത്രാസുരൻ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത്. മാത്രമല്ല വൃത്രാസുരൻ പറയുന്ന മറ്റൊരു കാര്യം, ഒരു യോഗിയെ പോലെ സമാധി അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് സ്വയമേവ ജീവൻ വെടിയുക എന്നത് അത്രയും ദുർലഭമാണ്. അതുപോലെ ദുർലഭമാണ് യുദ്ധത്തിൽ മരിക്കുക എന്നതും. 33-ാമത്തെ ശ്ലോകം. ദ്വൗ സമ്മതൗ ഇഹ മൃത്യു ദുരാപൗ യത് ബ്രഹ്മസന്ധാരണയാ ജിത അസുഹു കലേവരം യോഗരതോ വിജഹ്യാത യദഗ്രണീഹി വീരശയേ അനിവൃത്തഃ. ജിത അസുഹു, അസു പഞ്ചപ്രാണങ്ങൾ, ആ പ്രാണങ്ങളെ കീഴടക്കിയിട്ട് യോഗരതഃ, യോഗസാധനയിൽ ശ്രദ്ധാലുക്കളായി ബ്രഹ്മസന്ധാരണയ, ആ ബ്രഹ്മസ്വരൂപത്തിൽ ജീവാത്മാവിനെ വിലയിപ്പിച്ചുകൊണ്ട് കളേവരം വിജഹ്യാത്, സ്വന്തം ശരീരം വെടിയുക യത് എന്നത് യാതൊന്നോ അതേപോലെ ഒരു ധീരമായ മരണമാണ് യുദ്ധക്കളത്തിൽ ലഭിക്കുക. വീരശയെ, പോർക്കളത്തിൽ, അഗ്രണീഹി, മുന്നണി പടയാളിയായി, അനിവൃത്തഃ, പിന്തിരിഞ്ഞോടാതെ തങ്ങളുടെ ശരീരത്തെ കൈവെടിയുക എന്ന ഈ ദ്വൗ മൃത്യു, രണ്ട് മരണങ്ങൾ, ദുരാപൗ, ലഭിക്കാൻ പ്രയാസമുള്ളവയായിട്ട്, ഇഹ സമ്മതൗ, ഈ ശാസ്ത്രത്തിൽ, നമ്മുടെയൊക്കെ ശാസ്ത്രത്തിൽ അംഗീകരിക്കപ്പെട്ടവയാകുന്നു. അപ്പോൾ ഒരു യോഗിക്ക് ലഭിക്കുന്ന സമാധി അവസ്ഥയിൽ നിന്നും പിന്നീട് ബ്രഹ്മാത്മൈക്യം, അതും ശ്രേഷ്ഠമാണ്. അതേസമയം ലഭിക്കാൻ അത്രയും ബുദ്ധിമുട്ടാണ്. ഇതേപോലെ തന്നെയാണ് ഒരു യുദ്ധത്തിൽ സാധാരണ ഭടനായിട്ട് നിന്നിട്ടല്ല, അല്ലാതെ മുന്നണി പോരാളിയായി നിന്നുകൊണ്ട് യുദ്ധത്തെ നയിച്ച് അവിടെ നിന്ന് മരണം വരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അത്രയും ധീരമായ മരണമാണ്. അതാകട്ടെ അത്രയും ശ്രേഷ്ഠവുമാണ്, ലഭിക്കാൻ പ്രയാസവുമാണ്. ഇതറിഞ്ഞിട്ടും നിങ്ങൾ എന്തിനാണ് ഈ പിന്തിരിഞ്ഞോടുന്നത് എന്ന വൃത്രാസുരന്റെ അതിഗംഭീരമായ ആ വാക്യത്തോടുകൂടിയാണ് ഈ ഒരു അധ്യായം അവസാനിക്കുന്നത്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ഷഷ്ഠസ്കന്ധേ ദശമോധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.